താനൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പി.കെ. നവാസ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധി സഭ സംഘടിപ്പിച്ചു. താനൂർ ടി.വി.സ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. എം.എൽ.എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താനൂരിനെ കേൾക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ സംഗമം ഒരുക്കിയത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത്, താനൂർ നഗരസഭ, താനാളൂർ, നിറമരുതൂർ, ഒഴൂർ, ചെറിയമുണ്ടം, പൊന്മുണ്ടം പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ സംഗമത്തിൽ ഭാഗമായി. തങ്ങളുടെ പ്രദേശങ്ങളിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളും മണ്ഡലത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടുകളും എം.എൽ.എക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എം.എൽ.എ. പി.കെ. നവാസ് ആമുഖ പ്രഭാഷണം നടത്തി. ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കേണ്ടവർ ആരാണ് എന്ന് ചോദിച്ചാൽ ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപെടുന്ന ജനപ്രതിനിധികൾ വാർഡ് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരുമാണ് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുമായി ഒന്ന് കൂടിയിരിക്കണം എന്ന് ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, താനൂർ നിയമസഭാ മണ്ഡലം പല കാരണങ്ങളാൽ സവിശേഷമാണെങ്കിലും ചില കാരണങ്ങളാണെങ്കിലും പിന്നോക്കമാണ്. അതൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സംഘവുമായി മുന്നോട്ട് പോകുന്നത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ സി നൌഷാദ് അധ്യക്ഷനായി. വിവിധ ഭാരവാഹികളായ നസ്ല ബഷീർ, അബ്ദു നാസർ, കോമുക്കുട്ടി, കുഞ്ഞിപ്പ തയ്യമ്പാടി, സക്കീന, പ്രേമ, എം.പി. അഷറഫ്, കെ. സലാം, റഷീദ് മൗര്യ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മുൻനിർത്തി മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനും നടപടി സ്വീകരിക്കുമെന്ന് എം.എൽ.എ. പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ.